ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോർത്ത് നന്ദിയുണ്ട് കേട്ടോ. ദൈവത്തിന് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്ദി പറയുന്നു. നിങ്ങൾ ഈ 19-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനത്തിലേക്ക് മറ്റുള്ളവരോട് പറയുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി, വിളിച്ചു കൊണ്ടുവരുന്നതിനോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 22-ാം തീയതി താമസമുള്ള വൺ ഡേ ധ്യാനമുണ്ട്. താമസമുള്ള ധ്യാനം 19-ാം തീയതി, വൺ ഡേ ധ്യാനം 22-ാം തീയതി. അതിലേക്കും ആളുകളോട് പറയുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ അവിടെ അതിൽ കൂടുതൽ അത്ഭുതം കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിങ്ങൾക്കറിയാവോ ഈശോയുടെ മക്കളെ, എൻ്റെ പള്ളിയിൽ ഇപ്പം ഞാൻ ഒരുങ്ങാൻ പോവുകയാണ്. എൻ്റെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഇന്ന് ഞായറാഴ്ച, ഇന്ന് പെരുന്നാളാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഇന്ന് വേനയുടെ സമയത്ത് വികാരിയച്ഛൻ്റെ ഒരു കൂട്ടുകാരനച്ഛനായിരുന്നു. വേനയും കുർബാനയും. മക്കളെ, ഞാൻ ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. അതാരായിരുന്നാലും ഏത് വൈദികരായിരുന്നാലും ഞാൻ അങ്ങനെ തന്നെ. ഞാൻ എന്ന് പറയൽ ഒരു പ്രശസ്തിയില്ല. എന്നിൽ വസിക്കുന്ന എൻ്റെ ഈശോ, എന്നിൽ വസിക്കുന്ന എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ സംസാരം, എൻ്റെ കർത്താവിൻ്റെ ചിന്ത, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി. മക്കളെ, ഞാൻ കുർബാനയ്ക്ക് വരാൻ പോകുന്ന ഏതൊരു വൈദികരുണ്ടോ ആ വൈദികർക്ക് വേണ്ടി നേരത്തെ ഞാൻ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ അത് യേശുവാണെന്ന് എനിക്കറിയാം. ഈശോയെ, അങ്ങാകുന്ന വൈദികനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, കുർബാനയല്ല കെട്ടിപ്പിടിച്ചോട്ടെ. കണ്ണീരോടെ ഞാൻ കരയാ, കവളത്തടങ്ങളിലൂടെ കണ്ണീര് വരികയാണ്. ഇത് കെട്ടിപ്പിടിച്ചോട്ടെ. ഞാൻ യോഗ്യനല്ല ഈശോയെ, നിന്നെ കെട്ടിപ്പിടിക്കാൻ യോഗ്യനല്ല. പക്ഷേ ആ കാൽപാദത്തിൽ അങ്ങയുടെ മണ്ണുണ്ടല്ലോ, ആ കാൽപാദത്തിലെ മണ്ണില്ലേ, ആ മണലിനോട് ചേർന്ന് കാൽപാദത്തിൻ്റെ അടിയിൽ ഒരു മുത്തം തരട്ടെ ഈശോയെ, തന്നോട്ടെ ഈശോയെ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് അങ്ങനെ കൃപ തന്നതുകൊണ്ട് എനിക്കങ്ങനെ ചിന്ത. മക്കളെ, അതായിരിക്കണം ഞാനും നിങ്ങളും. ഓരോ കുർബാനയ്ക്ക് മുമ്പ്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ബലിയർപ്പിക്കാൻ വരുന്ന ഈശോയാണ്. പക്ഷെ വൈദികനിലൂടെ ആ വൈദികനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന അത്രയ്ക്ക് മാത്രം അഭിഷേകമായിരിക്കും. അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനുഭവം കിട്ടുമ്പോഴാണ് നമുക്ക് അനുഭവം. പക്ഷെ അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് പ്രവർത്തിക്കണം. കൃപയാലേ അനുദിനവും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.